എന്തിനെക്കുറിച്ചെങ്കിലും അഹങ്കരിച്ച് അവിടെ അടിക്കാൻ വേണ്ടി ഇരിക്കുകയാണോ കർത്താവ്? അതിൻ്റെ കാരണം ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നിടത്താണ് നമുക്ക് ആ വെട്ടം കിട്ടാൻ പോകുന്നത്, വെളിച്ചം കിട്ടാൻ പോകുന്നത്. ഉദാഹരണത്തിന് സമ്പത്ത്. നമ്മുടെ അഹങ്കാരം സമ്പത്തിലാണെങ്കിൽ കർത്താവ് ഈ സമ്പത്ത് തകർക്കാൻ കാരണം, നിന്റെ സമ്പത്തിനേക്കാൾ കർത്താവിന് വിലയുണ്ട് നിന്റെ ആത്മാവിനെ. ഈ സമ്പത്തിനേക്കാൾ കർത്താവ് വില നൽകുന്നുണ്ട് നിന്റെ ആത്മാവിന്. നിന്റെ ആത്മാവിനെ വീണ്ടെടുക്കാൻ ഈ സമ്പത്ത് തകർക്കണമെന്നാണെങ്കിൽ ഈ സമ്പത്ത് തകർത്തും കർത്താവ് നിന്റെ ആത്മാവിനെ വീണ്ടെടുക്കും. അതേ എൻ്റെ കാരണമുള്ളൂ. അതായത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറയാം, തന്നവനെ മറന്നിട്ട് തന്നതിലേക്ക് നമ്മൾ നോക്കിയിരുന്നാൽ തന്നത് തകർത്തിട്ട് അവൻ വീണ്ടും തന്നവനിലേക്ക് നമ്മളെ നോക്കിപ്പിക്കും. അതുകൊണ്ട് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ അതെല്ലാം കിട്ടി കയ്യിലിരിക്കുമ്പോഴും പറയണം, എൻ്റെ കർത്താവ് തന്നുകൊണ്ട് ഉണ്ട്.